80,000 പിന്നിട്ട് സ്വർണ്ണവില പവന് 1,00,000 കടക്കും എന്നതാണ് മറ്റൊരു സൂചന. മാതൃഭൂമി ന്യൂസിലൂടെ അക്കാര്യം പറയുകയാണ് കേരളത്തിലെ സ്വർണ്ണവില നിർണയ സമിതി ചെയർമാനായ ഡോക്ടർ ബി ഗോവിന്ദൻ. വില എത്ര കൂടിയാലും സ്വർണ്ണ വിൽപ്പന കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നാണ് കണക്ക്. വാങ്ങുന്ന സ്വർണത്തിന്റെ അളവ് കുറച്ചെന്നല്ലാതെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന പണത്തിന് കുറവ് വരുത്തിയിട്ടില്ല. സ്വർണ്ണവില പവന് 1,00,000 രൂപയിലേക്ക് അടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ 100 വർഷമായി സ്വർണ്ണ വിപണി രംഗത്തുള്ള ഭീമ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ. സ്വർണ്ണ വില ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 80,000 രൂപ കഴിഞ്ഞു പവൻ. അതായത് ഇപ്പോൾ ഒരാൾ ഒരു പവൻ സ്വർണത്തിൻ്റെ ഒരു ആഭരണം വാങ്ങിക്കണമെങ്കിൽ 90,000 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ഇപ്പോഴത്തെ ഈ വിലക്കയറ്റത്തിന് കാരണം ട്രംപാണോ ഇതിൻ്റെ ഉത്തരവാദി? ഇപ്പോൾ ഒരു 1.5 മാസം കൊണ്ട് വില കൂടിയത് ട്രംപിൻ്റെ കാര്യമാണ്. പിന്നെ ഫെഡെക്സ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം അതും ഒരു കാരണമാണ്. ഒരു ജ്വല്ലറി ഉടമ എന്ന നിലയിൽ താങ്കൾ സന്തുഷ്ടനാണോ? ഞാൻ തീർച്ചയായിട്ടും ഹാപ്പി. ക്വാണ്ടിറ്റി വില വ്യത്യാസം അനുസരിച്ച് 5 പവൻ എന്നുള്ളത് 3 പവനാകും. അതായത് ഇപ്പോൾ 3,00,000 രൂപയ്ക്ക് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ 3,00,000 രൂപയ്ക്ക് തന്നെ വാങ്ങും. കുറയ്ക്കുകയില്ല, കൂട്ടുകയുള്ളൂ. കഴിഞ്ഞ ഓണമാസം കല്യാണങ്ങൾ മാക്സിമം നടക്കുന്ന കാലഘട്ടമാണ്. ആ മാസം നടന്ന സെയിൽസ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 40% കൂടി. അവരുടെ മനസ്സിലുള്ള തൃപ്തി എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണം അവർക്ക് 2 കൊല്ലമോ 3 കൊല്ലമോ കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. എന്തെങ്കിലും ആവശ്യം ഇതേ ഉപകരിക്കുള്ളൂ. ആരാണ് ഈ സ്വർണത്തിൻ്റെ വില നിശ്ചയിച്ച് കേരളത്തിലൊക്കെ വില നിശ്ചയിക്കുന്നത്? കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് കേരളത്തിൽ ഒരു കമ്മിറ്റിയുണ്ട്. ഞാനാണ് ചെയർമാന്. എക്സ്ചേഞ്ച് റേറ്റ് വന്ന ഉടനെ ഗോൾഡ് ലണ്ടൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എത്ര രൂപ കൂടി അതനുസരിച്ച് അന്ന് കാലത്ത് 9:20 ആകുമ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യും. ഇത് 1,00,000 എന്ന നമ്പറിലേക്ക് ഇത് കടക്കുമോ ഇല്ലയോ? കടക്കില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റും? തീർച്ചയായിട്ടും കടക്കും. അത് എത്ര മാസം കൊണ്ടാണെന്ന് പറയാൻ മാത്രമേ ഒരു ആശങ്കയുള്ളൂ. പവന് സ്വർണ്ണവില 1,00,000 രൂപയിലേക്ക് അടുക്കുന്ന കാലം ദിനങ്ങൾ വിദൂരമല്ല എന്നതാണ് ഈ വില നിശ്ചയിക്കുന്ന സമിതിയിലെ അംഗം കൂടിയായ ഡോക്ടർ ബി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്.